എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 54 കുട്ടികൾക്കാണ് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 50 പേർ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു. 4 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ. സംഭവത്തെ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലുമായി കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങി. ഭൂരിഭാഗം കുട്ടികളെ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം സ്കൂൾ SMC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഏതാനും കുട്ടികൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഏകദേശം 400ഓളം കുട്ടികളാണ് അവിടെ നിന്ന് ഭക്ഷണം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ അറിവിൽ വന്നത്. ഇതിൽ 4ഓളം കുട്ടികൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ഈ 4 കുട്ടികളുടെയും വിവരങ്ങൾ നമ്മൾ വ്യക്തിപരമായി അന്വേഷിച്ചു. ആർക്കും ഒരു അപകടസ്ഥിതിയില്ല. എന്നിരുന്നാൽ തന്നെ അവർ ഡിസ്ചാർജ് ആയിട്ടില്ല. പനി, വയറിളക്കം, ഛർദി എന്നിങ്ങനെയായിട്ടുണ്ടായത്. വാട്ടർ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഈക്കോളെ അങ്ങനെ ബാക്ടീരിയ, അപകടകരമായ ഒരു ബാക്ടീരിയയുടെ അംശം സ്കൂളിലത്തെ കിണറ്റിലെ വെള്ളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഏറ്റവും എമർജൻസി ആയിട്ട് സ്കൂൾ PTA വിളിച്ച് പാരൻസിൻ്റെ, മാതാപിതാക്കളുടെ ഇതിലുള്ള അഭിപ്രായം ചോദിച്ച് അതിൽ ഇനി അവരുടെയും കൂടി നിർദ്ദേശമനുസരിച്ചുള്ള മറ്റു വ്യത്യാസങ്ങൾ വരുത്താനായിട്ടും നമ്മൾ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിദ്യാലയം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാലയം സന്ദർശിച്ച് അതിന് വേണ്ട ഗുണമേന്മകൾ പറയുന്ന സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ളതായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ബന്ധപ്പെട്ട ഏജൻസികൾ അത് കണ്ടെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അധ്യാപകരും അതുപോലെ തന്നെ PTA, MPTA അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ ഒരു പ്രയാസ സന്ദർഭത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ കുട്ടികൾക്കും രീതിയിലുള്ള അവരുടെ ചികിത്സ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലവിലില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും AE വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർമാരായ MK ജോസ്, MC ഐജു എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തി. വിവരം വന്നപ്പോൾ തന്നെ നമ്മൾ അടിയന്തരമായി സ്കൂൾ HMഉം മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി ഇടപെടുകയും ഓരോ കുട്ടിയുടെയും വിവരശേഖരണം നടത്തുകയും ചെയ്യുന്നുണ്ടായി. വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുന്ന പ്രശ്ന സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരം എടുക്കാം. എങ്ങനെ തടയാമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രിക്കോഷൻ നടപടികളാണ് ഞങ്ങൾ ആലോചിച്ചത്. സ്കൂൾ പൂർണ്ണമായും വൃത്തിയാക്കാനും ശുചീകരണം നടത്താനും മെഡിക്കൽ ഓഫീസറും HMഉം PTA പ്രസിഡന്റും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു ടീം തന്നെ രൂപപ്പെടുത്തി ഇക്കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിലെടുത്ത് കുട്ടികളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സ്കൂളിലേക്ക് വരാൻ കഴിയുന്ന നില രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ടീച്ചർമാർ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ്, എല്ലാ ടീച്ചർമാരും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. അത് കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ടാണ് അവർ കഴിക്കാറ്. അപ്പം ഞാനടക്കമുള്ള എല്ലാ അധ്യാപകരും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒന്നും മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്യാറില്ല. അരി മാത്രം നമുക്ക് സപ്ലൈ തരുന്നതാണ്, അത് മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളത്. PTA എക്സിക്യൂട്ടീവ് യോഗം നാളെ കൂടാം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നടപ്പിലാക്കാവുന്നതാണ്. ഭക്ഷണം എല്ലാ പാചക തൊഴിലാളികൾ ആദ്യം കഴിച്ചു നോക്കി, അധ്യാപകർ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറ് തന്നെ. അപ്പോൾ പിന്നെ വെള്ളം ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. PTA കമ്മിറ്റി നാളെ 10 മണിക്ക് കൂടി എല്ലാ PTA അംഗങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാ ക്ലീനിങ്ങിനും ബാക്കി എല്ലാ പ്രവർത്തനത്തിനും കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ